ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ സീരീസിന് നാളെ കൊൽക്കത്തയിൽ തുടക്കമാവുകയാണ്. 5 T20കളും 3 ODIകളും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യ കളിക്കും. തീർത്തും വ്യത്യസ്തമായ 2 സ്ക്വാഡുകളെയാണ് BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൈയുടെ ക്യാപ്റ്റൻസിയിൽ കെട്ടുറപ്പുള്ള T20 സ്ക്വാഡ് തന്നെയാണ് ടീം ഇന്ത്യക്ക്. ഗൗതം ഗംഭീറിന് കീഴിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തതും ഈ T20 സൈഡ് തന്നെയാണ്. കഴിഞ്ഞ സീരീസുകളിലൊക്കെ പ്ലെയർ സെലക്ഷനിൽ ഒരു കൺസിസ്റ്റൻസി കാണാമായിരുന്നു. അതാണ് റിസൾട്ടിലും പ്രതിഫലിക്കുന്നത്. ഷമിയുടെ തിരിച്ചുവരവാണ് T20 സൈഡിലെ ഹൈലൈറ്റ്. ഹർഷിത് റാണയും നിതീഷ് റെഡ്ഡിയും തിരികെ എത്തി. ജിതേഷ് ശർമ്മയ്ക്ക് പകരം ധ്രുവ് ജൂറലും സ്ക്വാഡിലുണ്ട്. 24 T20 ഐകൾ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നു. 13 എണ്ണത്തിൽ ജയിച്ച ഇന്ത്യക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. ഇംഗ്ലണ്ടിന് ജയം 11 മാച്ചുകളിൽ മാത്രം. ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചുകളും ഡ്യൂവിൻ്റെ ഇമ്പാക്റ്റുമാണ് ഈഡൻ ഗാർഡനിലെ T20 മാച്ചുകളെ ആവേശകരമാകുന്നത്. നാളെയും അതിൽ മാറ്റമുണ്ടാകില്ല. 2 ടീമുകളുടെയും ബാറ്റിംഗ് ലൈനപ്പ് ഈക്വലി സ്ട്രോങ് ആണ്. ബട്ട്ലറും ബ്രൂക്കും ലിവിങ്സ്റ്റണും സാൾട്ടും ഇംഗ്ലണ്ടിൻ്റെ കരുത്തുകൂട്ടും. മറുഭാഗത്ത് യുവരക്തം തന്നെയാണ് ഇന്ത്യയുടെ ശക്തി. കഴിഞ്ഞ പരമ്പരയിൽ പരാജയപ്പെട്ട അഭിഷേക് ശർമ്മയ്ക്ക് ഈ പരമ്പര നിർണായകമാണ്. റെക്കോർഡ് പ്രകടനം ആവർത്തിക്കാൻ സഞ്ജു സാംസണും. ഇംഗ്ലണ്ടിൻ്റെ പേസ് അറ്റാക്കിനെ യുവതാരങ്ങൾ എങ്ങനെ നേരിടും എന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പ്രത്യേകിച്ചും മാർക്ക് വുഡിനെ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ബാറ്റേഴ്സിൻ്റേത്. ക്യാപ്റ്റൻ സൂര്യകുമാറിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനും കഴിഞ്ഞു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുൻപുള്ള അവസാന T20 പരമ്പരയാണിത്. IPL ശേഷമായിരിക്കും അടുത്ത T20 വേൾഡ് കപ്പിലേക്കുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ തുടങ്ങുക. അതുകൊണ്ട് തന്നെ 5 T20കളും ഓരോ കളിക്കാരനും നിർണായകമാണ്. പ്ലേയിങ് 11 കുറിച്ച് അടുത്ത വീഡിയോയിൽ. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.